ചിക്കൻ ഗുനിയ എന്ന രോഗം എന്ന് ഓർമ്മയുണ്ടോ? 2009 ആ കാലഘട്ടത്തിൽ അന്ന് ശ്രീമതി ടീച്ചറാണ് ആരോഗ്യമന്ത്രി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മലപ്പുറത്തെ ചില ഏരിയയിൽ ഞങ്ങളൊരു മെഡിക്കൽ ക്യാമ്പിനാണ് പഞ്ചായത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ. അവിടെ എല്ലാ മെഡിക്കൽ ശാസ്ത്രങ്ങളും ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഫലപ്രദമായത് യുനാനി ചികിത്സയായി. ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഹൈദരാബാദ് നമ്മളെ മരുന്ന് എത്തിച്ച് കൊടുത്തു. ഇത് നോട്ടബിളായി. അപ്പം നമ്മൾ ശ്രീമതി ടീച്ചറുമായിട്ടുള്ളൊരു ചർച്ചയിൽ NHM ഡിസ്പെൻസറികൾ 11 9 ആദ്യം ഒന്ന് കൊടുവള്ളി വന്നു. അതിൽ ഡോക്ടർ ഷാവുലമീർ കയറി. പിന്നീട് ഒരു 11 പുതിയത് വന്നു. ആ 11 വന്നപ്പം അന്ന് ആകെ ഡോക്ടേഴ്സായി കേരളത്തിൽ 11 പേര് മാത്രമേ ഉള്ളൂ. 11 ആകെ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും സീറ്റ് ഉറപ്പാണ്, നിങ്ങൾ എവിടെയൊക്കെ വേണമെന്നുള്ളത് പറഞ്ഞാൽ മതി, ഇതിന് മത്സരം ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പരസ്പരം ഞാൻ ഇവിടെ ആയിക്കോളാം. ഒരു അവസരം വന്നപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ചിക്കൻ ഗുനിയ പോലുള്ള ഒരു രോഗം വന്നിട്ട് അത് പടർന്നു പിടിച്ചപ്പം ഒരു അവസരം വന്നപ്പോൾ യുനാനി എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ് ഏറ്റവും ഫലപ്രദമായിട്ട് അവിടെ ഉപയോഗിക്കാൻ പറ്റിയത്.